പ്രതീക്ഷയിലാണോ? തീർച്ചയായിട്ടും പ്രതീക്ഷയിലാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷത്തിരുന്ന് ഈ ജനദ്രോഹ ഗവൺമെന്റിനെതിരെ, പിണറായി വിജയന്റെ ചെയ്തികൾക്കെതിരെ പോരാടാൻ ലീഡർഷിപ്പ് നൽകിയ വി.ഡി. സതീശനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചതിന്റെ തെളിവാണ് 102 MLA-മാരുണ്ടായത്. ഇപ്പൊ കാണുന്ന ഈ കോലാഹലം ഈ ഏജൻസിനെ വെച്ചിട്ടുള്ള കോലാഹലമൊന്നുമല്ല. ഇതൊക്കെ റിയൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മതേതരത്തിൽ വിശ്വസിച്ചുകൊണ്ട് പുള്ളിയുടെ മതേതര കാഴ്ചപ്പാടിനെ ഏറ്റവും കൂടുതൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജനങ്ങൾ ജാതിയിലും മതവിലും ഒന്നുമില്ല. അങ്ങേർക്ക് ഈ സമയത്ത് ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ പുള്ളി പറഞ്ഞാണ് എല്ലാവരും തള്ളിപ്പറഞ്ഞു ഞങ്ങൾ തിരുനരങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവ്. ഇപ്പൊ ശരിക്ക് കെ.സി. വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, വി.ഡി. സതീശനുണ്ട്. 3 പേരുടെയും പേരുകൾ ഒരുപോലെ പറഞ്ഞു കേൾക്കുന്നൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. അതിൽ വി.ഡി. സതീശനാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനെന്താ കാരണം? 3 പേരും കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളാണ്. പക്ഷെ ഇവിടെ ഗ്രൗണ്ട് റിയാലിറ്റി അദ്ദേഹത്തിന്റെ ഒപ്പമാണ്. ഗ്രൗണ്ടിലുള്ള ആൾക്കാരും ജനങ്ങളും മൊത്തം കേരളത്തിലെ സർവ്വ ജനങ്ങളും അദ്ദേഹത്തിനോടൊപ്പമാണ്. പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ട് നിലപാടുകളാണ്. ആ നിലപാടുകൾ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ പ്രവചനങ്ങൾ അത് വളരെ കൃത്യമായി. ഇപ്പൊ കൊല്ലം കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞു. അത് ഒരു പാർട്ടി പ്രവർത്തകൻ പോലും യഥാർത്ഥത്തിൽ അത്തരത്തിൽ അത് ഞെട്ടിപ്പോകുന്ന ഒരു സംഭവമായിരുന്നു അതിന്റെ ബലം വന്ന സമയത്ത്. അതിനുശേഷം ഈ നിയമസഭാ ബലം വന്ന സമയത്തും അതുപോലെ തന്നെ 100+ അദ്ദേഹം ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഒരു ചാനലിന് കൊടുത്ത ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് 102 സീറ്റായിരുന്നു എന്റെ മനസ്സിലെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത്രത്തോളം കൃത്യമായി കേരളത്തിന്റെ വികാരത്തെ, ജനവികാരത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെ ആയിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരേണ്ടതെന്നാണ് വി.ഡി. സതീശൻ. ആഷ്മി താജ് ഇബ്രാഹിം കൂടി വീണ്ടും ചേരുന്നു. കെ.ആർ. ഗോപികൃഷ്ണൻ അവിടെ തന്നെ തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.